ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാർബീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റ ഉടനെ തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം ഒക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് പിന്നെ ഒക്കെ ഒന്ന് തുടച്ചിട്ട് എല്ലായിടും ഒന്ന് നീറ്റാക്കിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാളെ നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെയാണ് ഞാൻ സാധാരണ ഇങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ സമയത്തൊക്കെ നേരത്തെ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ഒന്നുകൂടെ ക്ലീൻ ആക്കിയിടും കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ഡൈനിങ് ഹാളും ഫ്രണ്ടും എല്ലാം ഞാൻ നന്നായിട്ട് അടിച്ചു വാരി ക്ലീനാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ സ്പീഡാക്കിയതാണ് കേട്ടോ. അതാ റൂമിലൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ ഞാനും ഇതേപോലെ തന്നെ എല്ലായിടും അടിച്ചു വാരി ഒക്കെ ക്ലീനാക്കിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പുറത്തെ കിച്ചണുള്ളത് കൊണ്ട് തന്നെ അകത്ത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രയാസമില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പുറത്തെ കിച്ചണിൽ ഒരു ഭാഗം ഞാൻ എല്ലായിടും ക്ലീൻ ആക്കിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്യാതെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ചിക്കനും ഉണ്ട്. അപ്പോൾ ചിക്കനും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതേപോലെ മട്ടൻ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ അതും കൂടെ എടുക്കണം. അപ്പോൾ അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരിയും ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് കറി ഇന്ന് തന്നെ കട്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ കറിയൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മസാലകളും അതേപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ സവാള തക്കാളി ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ കണ്ടെയ്നറിൽ കട്ട് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും. പിന്നെ നമ്മൾ ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് അവരുണ്ടാകുമ്പോൾ കൂടുതൽ ഗസ്റ്റ് ആയാലും നമ്മുടെ സ്വന്തം കുടുംബക്കാരാണെങ്കിലും നമ്മളിങ്ങനെ വീട്ടിലുള്ളവർ പണിയെടുക്കുക അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് തലേ ദിവസം കുറച്ച് ബുദ്ധിമുട്ടിയാലും നമ്മളൊക്കെ റെഡി ആക്കിയിട്ട് വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഞാൻ മട്ടനും ബീഫും ചിക്കനും ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇനി ബീഫ് കറി വയ്ക്കുകയാണ്. അപ്പോൾ ഇതാ ഒരു കുക്കറിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ സവാള നന്നായി വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതേപോലെ തന്നെ കുരുമുളക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലിടുക. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം മസാല ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീഫ് കറിയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ആ സ്മെല്ലൊക്കെ വരുമ്പോൾ. അങ്ങനെ തക്കാളിയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് നമ്മൾ സമയമെടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. വീഡിയോ സ്പീഡാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എണ്ണയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഗരം മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണ തെളിയുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും വെക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മസാലകളൊന്ന് നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ബീഫൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 8 വിസിലോളം അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം ബീഫ് കറിയൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പ്ലേറ്റൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒക്കെ കഴുകി വെച്ചതാണ്. എന്നാലും ഒന്നുകൂടെ പുതിയതൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റൊക്കെ രാവിലെ എണീറ്റ് നിസ്കാരം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പ്ലേറ്റുകളും ബൗളുകളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ കണ്ടെയ്നറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും അതേപോലെ തന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ എല്ലാം തന്നെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. പുതിന മല്ലിച്ചപ്പ് ഇതൊക്കെ കഴുകിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഓൾറെഡി വെച്ചിരുന്നു. അതേപോലെ തന്നെ പത്തിരി പരത്തി വെച്ചിരുന്നു കേട്ടോ.
അപ്പോൾ പത്തിരിയും കൂടെ ഞാൻ ആദ്യം ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരി ചുടലും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതായി. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ തേങ്ങ ഒക്കെ ഓൾറെഡി ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ നമ്മൾ എടുത്തിട്ട് അപ്പോൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് റെഡി ആയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സവാള ബിരിയാണിക്കുള്ള സവാള വഴറ്റാനായിട്ട് അപ്പോൾ ഒരടുപ്പത്ത് പത്തിരി ചുടുന്ന സമയത്ത് തന്നെ വെച്ചിരുന്നു. തലേ ദിവസം കട്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഈസി ആയിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ സവാളയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും കുരുമുളകും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ മസാല ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് തക്കാളി അതേപോലെ തന്നെ മല്ലിയില പുതിന അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ കൂടുതൽ പച്ചമുളകാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മൾ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ ബിരിയാണിയുടെ ഈ മസാല നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതാക്കിയിട്ട് ഞാനൊരു 10 മിനിറ്റ് ഒരു ചെറിയ സിമ്മിൽ ആക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടന് കുരുമുളകും ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മട്ടനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിൽ നിന്ന് പകുതി മാറ്റി വെക്കുകയാണ്. അതിന് ശേഷം പകുതി മാത്രം അടിയിൽ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ റൈസൊക്കെ ഞാൻ ഓൾറെഡി വേവിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/4 ഭാഗം വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ ദമ്മാക്കി ഇടാനായിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മിഡിലായിട്ടാണ് ബാക്കി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നെയ്യിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് കൂടുതൽ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പുതിനയും മല്ലിച്ചപ്പും ഗരം മസാലപ്പൊടിയും ക്യാരറ്റും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂടി വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിക്കന് ഞാൻ തലേ ദിവസം മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചിക്കനെ ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ സവാള ക്യാപ്സിക്കൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും കൂടെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളും കൂടെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൈര് കച്ചമ്പറ അങ്ങനെയുള്ള കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് മൂടി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കന് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചതുര കഷ്ണങ്ങളാക്കിയിട്ട് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് കേട്ടോ സവാള ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. അധികം നന്നായി വഴണ്ടി വരുമൊന്നും വേണ്ട കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ക്യാപ്സിക്കം കൂടെ ഇതേപോലെ തന്നെ ക്യൂബ്സ് ആക്കിയിട്ട് ഒന്ന് ചതുര കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സോയാ സോസൊക്കെ ഒഴിക്കുമ്പോൾ അതിനനുസരിച്ച് അതൊന്ന് വാടി വരും. അതിന് ശേഷം പിന്നെ ചില്ലി സോസ് അതേപോലെ തന്നെ ടൊമാറ്റോ സോസ് ഇതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ചില്ലി ചിക്കനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില പുതിനയും കൂടെ കട്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ കുക്കിങ്ങും മറ്റൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ കുറച്ച് നേരം ഫോട്ടോ എടുക്കലും കുറച്ച് നേരം സംസാരിക്കലും അങ്ങനെയൊക്കെ ആയിട്ടോ. അപ്പോൾ ഉച്ചവരെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിച്ചിട്ടാണ് പിന്നെ ഫോട്ടോ എടുക്കാനും മറ്റും ഒക്കെ നിന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം എല്ലാവർക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാനും മറ്റും പറ്റുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കൂടെ അറിയിക്കുക കേട്ടോ. താങ്ക് യു.